ഇവൻ പറയുന്നത് ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. അതോ പറമ്പീന്ന് കയറാത്തൊരു മകനാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? അത് കണ്ടപ്പോൾ തന്നെ വിഷമായി കാണൂല്ലേ? കണ്ടപ്പോഴൊന്നും ഞങ്ങൾ അങ്ങനെ പോറ്റിക്കൊണ്ടുവരുന്നല്ലേ. ഈ കാപ്പിത്തീക്ക് വെച്ചിട്ട് പിന്നെ 2ാം കൊല്ലം കാപ്പിത്തീയ. അതൊക്കെ ഇങ്ങനെ വളർന്നു വരണല്ലേ, എങ്ങനെ നോക്കിയിട്ടുണ്ടാവണം. ഇതുവരെ ഇങ്ങോട്ട് അനങ്ങിയിട്ടേ ഇല്ല. ആരും വന്നിട്ടില്ല. കടപ്ലാവല്ലേ ചേട്ടാ? കടപ്ലാവിൻ്റെ തൊലി കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിനടുത്തുള്ള കാലാങ്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ആന ഒരു കൂട്ടമായിട്ട് ഇറങ്ങിയിട്ട്, അത് 8-10 ആന ഒരുമിച്ച് കൂട്ടമായിട്ട് ഇറങ്ങിയിട്ട് കുറേ അധികം കർഷകരുടെ ഒത്തിരി കൃഷിത്തോട്ടം, കൃഷിയും കാര്യങ്ങളൊക്കെ, തെങ്ങും വാഴയും കവുങ്ങും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉരുളുപൊട്ടലിന് സമാനമായിട്ടുള്ള സാഹചര്യമാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഏതായാലും ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിനി ആ ഒരു സ്ഥലമാണ് കാണാനായിട്ട് പോകുന്നത്. ചേട്ടാ, ഇത് ഇന്നലെ എത്ര മണിക്കാണ് സംഭവം നടന്നേ? ഇത് ഇന്നലെ പിന്നെ രാത്രി 12 മണിയായിട്ടില്ല. രാത്രിയിലാ? ഒത്തിരി ആന ഉണ്ടായിരുന്നോ? 9 എണ്ണം വരെ ഉണ്ടെന്ന് പറയുന്നത്. 9 എണ്ണം അല്ലേ? ഞാൻ കണ്ടില്ല. എൻ്റെ വീട് കുറച്ച് മേലെയാവും. ഓഹോ. ഇത് എത്ര പേരുടെ സംഭവങ്ങളാണ് നശിപ്പിച്ചേക്കുന്നത്? ഇവിടെ തന്നെ 4-5 പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. മേലെ അത് 2 ദിവസം മുമ്പാ മേലെ ഒരു 3-4 പറമ്പിലുണ്ട്. മേലെ അല്ലേ? ഇത് ഒറ്റ ഇറക്കിന് ഇങ്ങനെ വന്ന് പോയതാ അല്ലേ? ഒരിറക്കിന് വന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് പോവായിരുന്നു. ആണല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വന്നിറങ്ങി ഒരു ഏരിയ പോയി, രാത്രി ആകുമ്പോഴത്തേക്ക് നേരം വെളുക്കുമ്പോഴത്തേക്കും ഫോറസ്റ്റിൽ കയറി, രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേന് ശേഷം വീണ്ടും ഇറങ്ങി വരിക. അങ്ങനെ അല്ലേ? അങ്ങനെ ഓരോ ദിവസവും മാറി 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 പല പറമ്പിൽ ഇറങ്ങി വരുക അല്ലേ? ഇങ്ങനെ ഈ ഒരു വഴിക്കാട്ടോ ആന ഇറങ്ങിയിരിക്കുന്നത്. എന്താ നമുക്കിവിടെ കാണാം, മണ്ണൊക്കെ ഇടിഞ്ഞ് കിടക്കുന്നത് കാണാം. ഇവിടെ എല്ലാം റബ്ബറും മറ്റ് കശുമാന്തോട്ടവും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ മുതൽ അങ്ങോട്ടാണ് കൂടുതലായിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. കാപ്പി കുറേയുണ്ട് ചവിട്ടി കാഴ്ചയേക്കുന്നു. ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. താഴെയുണ്ട്, ഓരോ തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. താഴെ പോയിട്ടുണ്ടല്ലേ? ഇതിപ്പോൾ ഒരു കശുമാവ് പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു തെങ്ങല്ലേ? അവിടെ തെങ്ങ് പിടിച്ച് അങ്ങോട്ട് പോയിട്ട് താഴെ തെങ്ങുണ്ട്, അതൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഇതിലേ പോകാൻ പറ്റുമോ? നമ്മളിനി ആ ഒരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. മഴയായതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ദയവായി ക്ഷമിക്കുക. ഒന്നാമത് ഇങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ, മലമ്പ്രദേശമായതുകൊണ്ട് നമുക്ക് ഇറങ്ങി പോക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് മാക്സിമം ഈ വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നോക്കുന്നത്. ഇങ്ങനത്തെ സ്ഥലമായതുകൊണ്ട് ആനയുടെ കാൽപ്പാടുകളാട്ടോ ഇഷ്ടം പോലെ കാണാം. ഇവിടെയൊക്കെ തെങ്ങ്, മറ്റേ കശുമാവ് പൊടിച്ചിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെയാണ്. ഈ വഴി ഇങ്ങനെയാട്ടോ പോയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നത് കാണാം കേട്ടോ. ഏതായാലും ഈ വഴിക്കാണ് പോയേക്കുന്നത്. മഴയായതുകൊണ്ട് സൗണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. വലിയ കാൽപ്പാടുകളാണ്. വലിയ ആന കേട്ടോ. വലിയ ആനകളുണ്ടല്ലേ? ഉണ്ടോ? കാപ്പി വെച്ചിരുന്ന സ്ഥലമാണ്. കാപ്പി എല്ലാം ചവിട്ടി വെച്ച് കയ്യാലെല്ലാം കെട്ടി വെച്ചിട്ട് ഇറക്കി. ഇതുണ്ടോ? ഇവിടെ ഒരു കവുങ്ങ് കളഞ്ഞു. അതുപോലെ ഇവിടെ ഒരു തെങ്ങ് കളഞ്ഞേക്കുന്നു. ഈ പറമ്പിൽ ഒത്തിരി സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കളഞ്ഞിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്കുള്ളത് കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇപ്പം. ഏറ്റവും കൂടുതൽ എൻ്റെ പറമ്പിലാണ് കളഞ്ഞത്. ഇത് ചേട്ടൻ്റെ പറമ്പല്ലേ? എൻ്റെ പറമ്പിലാണ് കളഞ്ഞത്. ഞാനിത് നോക്കാനേ ഇറങ്ങിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് ഇറങ്ങുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ വിഷമായി കാണൂല്ലേ? കണ്ടപ്പോഴൊന്നും ഞങ്ങൾ അങ്ങനെ പോറ്റിക്കൊണ്ടുവരുന്നല്ലേ. ഈ കാപ്പിത്തീക്ക് വെച്ചിട്ട് പിന്നെ 2ാം കൊല്ലം കാപ്പിത്തീയ. അതൊക്കെ ഇങ്ങനെ വളർന്നു വരണല്ലേ, എങ്ങനെ നോക്കിയിട്ടുണ്ടാവണം. അതെ. ഇപ്പം ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് നോക്കാനൊന്നും വന്നില്ലല്ലേ? നോക്കാൻ വന്നിട്ടില്ല, മടി കൊണ്ട് തന്നെ. അതെ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നശിപ്പിച്ചേച്ച് നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് വളമൊക്കെ മേടിച്ചിടുന്നതാണ്. അങ്ങനെ നശിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രയാസം. കാണുമ്പോൾ തന്നെ പ്രയാസം. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇന്ന് പറമ്പിൽ ഇറങ്ങിയത്.
അത് ഞാനിതിന് മുന്നേ ഫോണിൽ മറ്റാൾ വിളിച്ചു പറഞ്ഞതല്ലാതെ ഞാൻ പറഞ്ഞാലും നശിപ്പിച്ചു എന്നാ ചെയ്യാനാ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് അതിനകത്ത് ഇറങ്ങുന്നല്ലേ? ആദ്യമായിട്ടാണ് ആന ഇതിനകത്ത് ഇറങ്ങുന്നത്. ഓ, ആദ്യമായിട്ട് ആന ഇങ്ങോട്ട് വരുന്നത്? ഫസ്റ്റ് ആയിട്ട് ആന. അങ്ങനെ ആന ശല്യം ഉള്ള സ്ഥലമല്ല. ഞാനിവിടെ എനിക്കിപ്പോൾ 57 വയസ്സായി. 57 വയസ്സിൽ ഞാൻ ഇവിടെ വന്നിട്ട് 10 വയസ്സുള്ളപ്പോൾ വന്നതാ. അതിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ വന്നേ, പിന്നെ ആദ്യമായിട്ടാണ്. ചേട്ടൻ്റെ പേര് ആന്റണി. ആന്റണി അല്ലേ? നമുക്ക് ഏതായാലും ബാക്കിയും കൂടെ കാണാം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കർഷകൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അവരുടെ പ്രയാസം തന്നെയാണ് കേട്ടോ പറയുന്നത്. നമ്മളിതിന് മുന്നേ പല കർഷകർ ഇതുപോലെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം സ്വന്തം മക്കളെ പോലെ പോറ്റുന്ന ആണ് എല്ലാ കർഷകനും. സ്വന്തം മക്കളെ പോലെ ആയിരിക്കും അവരുടെ കൃഷിത്തോട്ടങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നശിക്കുകയാകുമ്പോൾ അവരൊക്കെ ഭയങ്കര ഒരു തെങ്ങ്, ഇവിടെ ഒരു തെങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഒരു തെങ്ങ് കളഞ്ഞു. എല്ലാ തെങ്ങിൻ്റെയും കൂമ്പ് കളഞ്ഞല്ലേ? ഇവിടെ അടുത്ത വലിയൊരു ഇതുണ്ടോ, കശുമാവിൻ്റെ കമ്പ്. ഈ കശുമാവിൻ്റെ കമ്പ് ഒടിക്കുന്നത് തിന്നാൻ വേണ്ടി തന്നെയാ? അല്ലല്ല, അത് ചുമ്മാ അതിന്റെ ദേഷ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഒടിച്ചിടുന്നതാ. ഇവിടെ ഒരു തെങ്ങ് പോയിട്ടുണ്ട്. അവിടെ ഒരു തൊട്ടിപ്പുറം ഒരു കശുമാവ് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം. ചേട്ടന് ഇവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട്? എനിക്കിവിടെ 1/2 ഏക്കറേ ഉള്ളൂ. 1/2 ഏക്കറല്ലേ? 1/2 ഏക്കറിൽ ഇത്രയും പോയില്ലേ? ഞാനിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ആനപ്പിണ്ടൊക്കെ കിടക്കുന്ന ഇതല്ലോ, ഇവിടെ നിന്നിട്ടുണ്ട്. കാപ്പിയൊക്കെ ഞാൻ പുതിയതായിട്ട് കൃഷി ചെയ്തിട്ട് വരുന്നത്. ഇവിടെ ആരും കാപ്പി കൃഷി ഉള്ള ഏരിയ അല്ല. ഓ, കാപ്പി ഇത് പുതിയതായിട്ട് പുതിയതായിട്ട് ഞാൻ ചെയ്തു വരുന്നത്. ഇവിടെ വേറെ അങ്ങനെ ആൾക്കാർക്ക് കാപ്പിയില്ല ആണല്ലേ? ഞാൻ അങ്ങനെ പുതിയതായിട്ട് ഇപ്പം ചെയ്ത്. ഈ മുകളിലേക്ക് ഇതും പോയതാ? അതും പോയത്. അത് നേരത്തെ ഒടിഞ്ഞത്. കവുങ്ങ് കളഞ്ഞിട്ടുണ്ട്. 3 വർഷം ആയിട്ടേ ഉള്ളൂ വെച്ചിട്ട്. 3 വർഷമൊക്കെ ആകണമെങ്കിൽ ഈ കവുങ്ങത്തേക്ക് എങ്ങനെ പണിയെടുത്തിട്ടുണ്ടാവണം. അതെ. ഇനി വേറെ എങ്ങോട്ടേലും ഉണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇതിൽ ഈ പറമ്പിൽ കയറുന്നത്. അതൊന്ന് കാണിച്ചേക്കാം. ഇനിയും പോകണം കേട്ടോ നമുക്ക്. ഈ വഴിക്ക് ഇങ്ങനെ കേട്ടോ നമ്മൾ പോകുന്നത്. കാണുമ്പോൾ തന്നെ സങ്കടമാകുന്നുണ്ട് കേട്ടോ. പറമ്പൊക്കെ ഇവിടെ ഒരു വാഴ, ഒന്നല്ല 2-3 വാഴ കളഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു റബ്ബറിൻ്റെ കമ്പ് കളഞ്ഞിട്ടുണ്ട്. വാഴ കളഞ്ഞിട്ടുണ്ട്. ആനിങ്ങനെ കയറിപ്പോയതാട്ടോ. ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ വാഴ കളഞ്ഞിട്ടോ. അതിഭീകരമായ ദൃശ്യങ്ങളാട്ടോ ഇത്, പറയാതിരിക്കാൻ മേല. നമ്മുടെ ചാനൽ മാത്രമേ ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ആരെങ്കിലും മൊബൈലിലെടുത്ത് കൊടുത്ത് ചെറിയ വിഷ്വൽസ് മാത്രമായിട്ട് കാണിച്ചിരിക്കുക. ഈ പറമ്പിലേക്ക് പുള്ളി പോലും ആദ്യമായിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഉണ്ട് ഇവിടെയൊക്കെ വാഴ കളഞ്ഞേക്കുവാണ്. ഈ ഭാഗത്തുണ്ട് ഒരു വാഴ. ഒരു വാഴയല്ല, ഒരു കൂട്ടം വാഴ ഇവിടെ ഉണ്ടാകുന്നു. അതൊക്കെ കാണുക. എല്ലാത്തിൻ്റെയും പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങി മണ്ണൊക്കെ മാറി കിടക്കുന്നതാണ്. അവിടെയൊക്കെ ചവിട്ടി മെതിച്ച് വെച്ചിരിക്കട്ടോ. അവിടെയൊക്കെ ചവിട്ടി കയറി പോയ പാടുകൾ നമുക്ക് കാണാം. ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ. വല്ലാത്ത കഷ്ടം തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാവിൻ്റെ തൊലി കളഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അല്ലേ? കടപ്ലാവല്ലേ ചേട്ടാ? കടപ്ലാവിൻ്റെ തൊലി കാണിച്ച് വെച്ചേക്കുന്നുണ്ടോ? തൊലി തിന്നാൻ വേണ്ടിയിട്ട് കടപ്ലാവിൻ്റെ തൊലി കാണിച്ച് വെച്ചേക്കുന്നത്. കടച്ചക്ക ഉണ്ടാകുന്ന സാധനമാണ് കടപ്ലാവ് എന്ന് പറയുന്നത്. കടപ്ലാവിൻ്റെ തൊലിയാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഈ കണക്കിന് പോയത് പറമ്പിൽ കിടക്കുന്ന കല്ലും കൂടെ എടുത്ത് തിന്നാൻ തുടങ്ങും അല്ലേ? ഇനി തിന്നാത്തൊരു സാധനം ഇല്ലത്. കളയുവാ അല്ലേ? നശിപ്പിച്ച് കളയുവാണ്. ആ തിന്നലെന്ന് പറഞ്ഞ ഒരു ശകലവേ കഴിക്കുന്നുണ്ടാവുള്ളൂ. ബാക്കി മൊത്തം പകുതിയും കളയുവാ അല്ലേ? പകുതി 3/4 ഭാഗം നശിപ്പിക്കും. ഇതിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കുന്നതല്ലേ? ദേഷ്യം ആയിരിക്കും. ഇവിടെയൊക്കെ നല്ല കിടക്കുന്നുണ്ടോ? മണ്ണൊക്കെ മാറി ഇതിലൊക്കെ പോയ വഴിയാട്ടോ. ഭീകര സ്ഥലം തന്നെ, ഭീകരമായ കാഴ്ചകൾ തന്നെയാട്ടോ. ഇവിടെ മൊത്തം വാഴയും മറ്റു സാധനങ്ങളൊക്കെ
കളഞ്ഞ് നശിപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. ചേട്ടാ ഒരു മിനിറ്റ്, ഇപ്പുറത്തോട്ടുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ആ ചേട്ടന് ഞാനും കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ കേട്ടോ. കാരണം ആ ചേട്ടൻ ഇത് കാണാനുള്ള വിഷമം കൊണ്ട് പുള്ളി പറമ്പിലോട്ട് വന്നിട്ടില്ല കേട്ടോ. കേട്ടോ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇവിടെയും പോയിട്ടുണ്ട്, ഭാഗത്തൊക്കെ. ഇതൊക്കെ കാപ്പി നട്ടേക്കുന്നയാ? അപ്പോൾ അതിൻ്റെ ചവിട്ടിലൊക്കെ ചവിട്ടി പോയിട്ടുണ്ടല്ലോ. എല്ലായിടത്തും കാൽപ്പാട് കാണാം. ഇതൊക്കെ ചവിട്ടി കയറി പോയിട്ടുണ്ട്. താഴെ ഭാഗത്ത് നിന്നാട്ടോ നമ്മളിപ്പോൾ കയറി വന്നേ. ഭീകരമായ ദൃശ്യങ്ങളാട്ടോ. ഇത് കാണാൻ തന്നെ നമുക്ക് തന്നെ ഒരു പ്രയാസം തോന്നേണ്ടേ. പുള്ളിക്കത് കാണിച്ചു തരുമ്പോഴാണെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ കർഷകർക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. നമുക്കിത് കാണുമ്പോൾ ഒരു കാഴ്ച മാത്രമാണ്. പക്ഷേ അവരുടെ ഒരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പോലെ പോറ്റി വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോവുക എന്ന് പറയുമ്പോഴേ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇതൊരു മലയോര പ്രദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥലത്തിൻ്റെ ഒരു കാലാങ്കി കേട്ടോ. കണ്ണൂർ ഉളിക്കൽ കാലാങ്കി ഒരു മലയോര പ്രദേശമാണ്. മുകളിലൊക്കെ ഫോറസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്കൊക്കെ ആന വരുന്ന ആദ്യമായിട്ടാണ് പറയുന്നത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാക്കി കാഴ്ചകളും കൂടെ കാണാം. മലയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ കോട വരുന്നുണ്ട്. മഴ ഇപ്പം നല്ല മഴ പെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരിച്ചിരി തോർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോട വന്നു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാ? ഇങ്ങോട്ടുണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. അത് ലാസ്റ്റ് പോലെ, അത് ലാസ്റ്റ് പോലെ. ഭീകരാവസ്ഥ തന്നെ കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു സാധനം ബാക്കിയില്ല. എന്നാ ബാക്കിയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. എല്ലാം നശിപ്പിച്ചു കംപ്ലീറ്റ്. ഇവിടെ ഉള്ള വാഴ ഒരു സാധനം ബാക്കിയില്ല. ഒരു വാഴ പോലും ഈ പറമ്പിൽ ബാക്കി കാണുന്നില്ല കേട്ടോ. കംപ്ലീറ്റ് കളഞ്ഞേക്കാം. ഭീകരാവസ്ഥ കേട്ടോ ഇത്. ഇത് ഉരുള് പൊട്ടി പോയ പോലെ ഉണ്ടല്ലേ, ഉരുള് പൊട്ടി പോയ പോലെ. എൻ്റെ ദൈവമേ, പറയാതിരിക്കാൻ കേട്ടോ. ഭയങ്കര അവസ്ഥ തന്നെ കേട്ടോ അത്. ഒരു സാധനം ബാക്കിയില്ല പറമ്പിൽ. 9 ആന കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ സംഭവിപ്പിക്കും. പിന്നെ മെമ്പറൊക്കെ വന്നിട്ട് അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ ഇങ്ങോട്ട് അനങ്ങിയിട്ടേ ഇല്ല. ആരും വന്നിട്ടില്ല. ഫോറസ്റ്റുകാർ വന്നതായിട്ട് എനിക്ക് അറിവില്ല. അല്ല, ഇത്രയും നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ട് ഇത് ഒരു ഉരുള് പൊട്ടിയ പോലെയൊക്കെ ഉണ്ടല്ലോ ഏട്ടാ. പൊട്ടിയ പോലെ തന്നെയുണ്ട്. ഉരുള് പൊട്ടിയ കഴിഞ്ഞും കഷ്ടമാണ്. ഭയങ്കര കഷ്ടമാണുള്ളത്. ഉരുള് പൊട്ടിയാൽ ഒരു ഏരിയ കൂടെ പോയിന്നല്ലേ ഉള്ളൂ. ഇത് ഉമ്മ പറമ്പ് ഉള്ളു നശിപ്പിക്കുകയല്ലേ ചെയ്തേക്കുന്നത്. എത്രയാണെന്ന് നോക്കുക. അങ്ങനെ വാഴ സർവ്വ സാധനം നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആണല്ലേ? ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇട്ടിട്ട് പോകേണ്ട അവസ്ഥയായില്ലേ? ഇതന്നെ ഏട്ടാ. ഇനി താഴേക്കൊന്ന് പോവാം, മൊത്തം കാണിച്ച് പോവാം. ഏതായാലും ഇറങ്ങിയല്ലോ. ഒരു ഭീകരാവസ്ഥ തന്നെ കേട്ടോ. നിങ്ങളൊന്ന് ചുറ്റൊന്ന് നോക്കി. എവിടെയാണ് കളയാത്ത? എന്തൊരു കഷ്ടമാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിന്ന് വാഴ കംപ്ലീറ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്, ഇവിടെ. ഇതൊക്കെ കാലിൻ്റെ പാടാട്ടോ, വലിയ കാലാട്ടോ, കാൽപ്പാടായി കാണുന്നത്. കൂട്ടിയിട്ട് വന്ന റോഡില്ലേ, ആ റോഡിൻ്റെ അടുത്തെത്തിയത്. എത്ര എത്തിയില്ല? വലിയ അവസ്ഥ കേട്ടോ. ഇവിടെയൊക്കെ ഉരുള് പൊട്ടിപ്പോയോ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഉരുള് പൊട്ടിപ്പോയവരുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്കങ്ങനെയാണ് തോന്നുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇത് ഉരുള് പൊട്ടിയാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചു കൂടാ. കാരണം അതുപോലെ ആക്കി കാണും. മണ്ണും നിരപ്പാക്കി അതുപോലെ തന്നെ കംപ്ലീറ്റ് വാഴയും മറ്റു സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുക കേട്ടോ. വലിയ അവസ്ഥ തന്നെയാണ് കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ, മൊത്തം ചവിട്ടി നശിപ്പിച്ച് ഇങ്ങനെ പോയേക്കോ. താഴെ നിൽക്കും, നിങ്ങൾ താഴെ നിൽക്കും. താഴെയൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. ഇതുണ്ടോ, ഇതേ അവസ്ഥ തന്നെയാണ് താഴെയും കേട്ടോ. ഇങ്ങോട്ടും ഉണ്ട് അതുപോലെ. ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ വാഴ പിന്നെയും കളഞ്ഞിരിക്കുകയാണ്.
ഇപ്പം തന്നെ ഞാനിപ്പോൾ ഈ ഒരു സമയം വരെ ഇവിടം വരെ നടന്ന ഈ ഒരു സമയത്ത് വരെ എനിക്ക് വന്ന ഒരു 100-300 വാഴയൊന്നുമല്ല ഇപ്പോൾ കളഞ്ഞേക്കുന്നത്. ഇല്ല, ഈ ഒരു സമയം വരെ. ഇനി മുന്നോട്ടേക്ക് നമുക്ക് ഇത് തന്നെയാണ് കാണാനുള്ളത്. ഒരു 300 വാഴയൊന്നുമല്ല കളഞ്ഞേക്കുന്നത്. എന്തോരം കളഞ്ഞേക്കുന്നത്. ഓ, എല്ലാം പറിച്ച് ചെറിയ തൈ പോലും വിട്ടിട്ടില്ല അല്ലേ? ഒരു ചെറിയ തൈ പോലും ഇങ്ങോട്ട് മടങ്ങി ഇവിടം വരെ വന്നിട്ട് ഇവിടെ വീടുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോയിട്ടോ. നമുക്കിനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. മഴയുണ്ട്, അതുകൊണ്ട് സൗണ്ടിന് പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇതിങ്ങനെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ആന പോയ അതേ വഴി തന്നെയാണ് കേട്ടോ. ആന എതിനെയാണോ പോയത് അതേ വഴിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇവിടെയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ചവിട്ടി പരത്തി വെച്ചേക്കുന്നതൊക്കെ കാണാൻ വഴി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വഴി തന്നെയാണ്. നമ്മൾ വന്ന വഴിയല്ല, ഇത് വേറെ വഴിയാണ്. ഇതുണ്ടോ ഇവിടെയൊക്കെ കണ്ടോ കിടക്കുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കോലത്തിലാക്കി വെച്ചേക്കാണ് വാഴയൊക്കെ. ഇവിടെയൊക്കെ ചവിട്ടി കയറിയ പാടുകളാണ്. ഇത് ഉരുളുപൊട്ടലിനെക്കാട്ടും ഇതാ ഇവിടെ കയറി ഇവിടെ ചെല്ലുമല്ലോ ഈ ഭാഗത്ത്. ഇതാണ് അല്ലാത്ത അവസ്ഥ കേട്ടോ. ഇത് ഇതാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇത് തന്നെയുള്ളൂ കേട്ടോ കാണാനായിട്ട്. അതൊക്കെ ഭീകരാവസ്ഥ തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വേണം. ഇവിടെ ഇതേ അവസ്ഥ തന്നെ തന്നെ ഇവിടെ കളഞ്ഞിട്ടുണ്ട്. മുട്ടിപ്പുറത്തായിട്ട് ഇങ്ങോട്ടും കളഞ്ഞിട്ടുണ്ട്. ഒരു വാഴ പോലെ ഈ പറമ്പിൽ ബാക്കി വെച്ചിട്ടില്ല കേട്ടോ. ആ കോലത്തിലാക്കിയിട്ടില്ല. ഇവിടെ കംപ്ലീറ്റ് കളഞ്ഞേക്കോട്ടെ. ഈ വീടിൻ്റെ ഇത്ര അടുത്ത് വരെ വന്നല്ലേ? ഓ, ഇത്ര അടുത്ത് വന്ന് അങ്ങനെ ഒച്ച കേൾക്കുമ്പോഴാണ് അങ്ങനെ ആന വന്നു തിരിയുന്നത്. അവർക്ക് മനസ്സിലാവുന്നല്ലേ? മനസ്സിലാകുന്നത്. അപ്പം ലൈറ്റ് ഇട്ടിപ്പോണ്ട് നിന്ന് കാണുന്നുണ്ട്. ഓ, അവർ ആൾക്കാർ കണ്ടല്ലേ? കണ്ടു. വെട്ടം പോകണം കണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഈ വീട്ടിലുള്ള അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഓ, ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്താണ്. ഓഹോ, അമ്മച്ചിന്ന് കാണണല്ലോ. വല്ലാത്ത സ്ഥലതാ കിടക്കണുണ്ടോ? ആ വീടിൻ്റെ തൊട്ട് ചേർന്നുള്ള സ്ഥലം കേട്ടോ കാണിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ? എങ്ങനെ സഹിക്കും ഈ കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയ ആൾക്കാർ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഉണ്ടോ എവിടെ ഒരെണ്ണം പോലും എല്ലാം നശിപ്പിച്ചും കളഞ്ഞേക്കോ. എന്താ ദൈവമേ, വല്ലാത്ത ചെയ്ത്ത് തന്നെ കേട്ടോ, പറയാതിരിക്കാൻ മേല. വല്ലാത്ത ചെയ്ത്താണ്. നമ്മളങ്ങനെ നടന്ന് ഏകദേശം ഈ ഒരു വീടിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ആ വീട്ടുകാരുടെ തൊട്ട് സൈഡ്, ഈ വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള പറമ്പിൽ ഇത് അവിടം വരെ വന്നായിരുന്നു. നമ്മളിത് ഈ വീട്ടിലുള്ള ചേച്ചീനോടൊന്ന് ചോദിച്ച് നോക്കാം. അവർ സംസാരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. അവരെ നേരിട്ട് കണ്ടെന്നാണ് പറഞ്ഞത്. ഇത് രാത്രി ഒച്ച കേട്ടായിരുന്നോ? ഒച്ച വലുതായിട്ട് കേട്ടില്ല. പിന്നെ ഞാൻ രാത്രി വന്ന് അവിടെ വെളുപ്പിനായിട്ട് ലൈറ്റ് ഇടുമ്പോൾ ഒരു 3 മണിയാകുമ്പോൾ ലൈറ്റ് ഇട്ടപ്പം ഭയങ്കര കാർച്ചയാണ്. ഭയങ്കര കാർച്ച എന്ന് പറഞ്ഞാൽ വലിയ കാർച്ച കേട്ടു. അപ്പോഴത്തേക്കും ഞാൻ വേഗം വരയ്ക്ക് ചുറ്റും ലൈറ്റ് ഇട്ടു. അന്നേരത്തേക്കും ഭയങ്കര കാർച്ച, കൂട്ടക്കാർച്ച. അന്നേരത്തേക്കും കാർച്ചയും കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്തുനിന്ന് എല്ലാവരും കൂടി ഒച്ചയൊക്കെ ഇട്ടു. ഒച്ചയിട്ട് മെഷീൻ ഷെഡാക്കി. അങ്ങനത്തേക്കും ആന പിന്നെ എങ്ങോട്ടാ പോയെന്നറിയത്തില്ല. നേരം വെളുത്തപ്പോൾ 9 ആന വെളുപ്പിന് 5-5:30 ആയപ്പോഴത്തേക്കും ഈ മുകളിലുള്ളൊരു പശുവിനെ കറക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അതിനായിട്ട് പോവുക. അങ്ങനെ പറമ്പ് മൊത്തം വെളുപ്പിച്ചല്ലോ. പറമ്പ് മൊത്തം വെളുപ്പിച്ചു. ഇതിൻ്റെ അപ്പുറം എല്ലാം താഴെ എല്ലാം പറമ്പ് വെളുപ്പിച്ചു. ഭയങ്കര പേടിയാലേ ഇവിടെ തന്നെ പേടിയാ കിടക്കാൻ. ഞാൻ തന്നെ ഉള്ളു തന്നെ, പിള്ളേരെല്ലാം ഇതിലേക്ക് മാറ്റമാണ്. അതുകൊണ്ട് ഭയങ്കര പേടിച്ചായ കിടക്കുന്നേ. പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റിയല്ലോ നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെ മിറ്റം വരെ എത്തിയില്ലേ. ഒരു കാൽപ്പാടും കൂടെ വെച്ചാൽ നമ്മുടെ മിറ്റത്താന അതേപോലെ എത്തിയായിരുന്നു.
വലിയ അവസ്ഥയല്ലേ, പറമ്പ് വെളുപ്പിച്ച് കിട്ടിയില്ല. പറമ്പ് വെളുപ്പിച്ച് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആന ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി വരുന്നത്. ഉരുളുപൊട്ടൽ വന്ന് പോയാലുണ്ടല്ലേ, ഉരുൾപൊട്ടൽ വന്ന് പോയത് നമുക്ക് തന്നെയുണ്ട്, വല്ലാത്തൊരവസ്ഥയായി മാറുന്നുണ്ട്. ഇത് എന്താ ഇതിപ്പോൾ ചേട്ടന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അടുത്ത് നടന്നതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വന്നത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഫോറസ്റ്റുകാരെ ഇത് കൃത്യമായിട്ട് കൊണ്ടേ കാണിക്കണമേ? കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ അതിൻ്റെ പുറകെ പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മെമ്പർമാരല്ലേ പോയിട്ട് ഇതെല്ലാം കാണിക്കേണ്ടത്, നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നതല്ലേ. അവരതിൻ്റെ ആ ഭാഗം പോലും ചിന്തിക്കുന്നില്ല. മെമ്പറായാലും നമ്മുടെ വില്ലേജ് ഓഫീസ് അവരെ അറിയിച്ചോ? ഞാൻ അറിയിക്കാനും പോയില്ല. അറിയിക്കാനും പോയില്ല. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം ടക്കേട്ടൊക്കെ അവരറിയാതിരിക്കൊന്നുമില്ലല്ലോ. എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയല്ലേ, അവരറിയണമല്ലോ. അപ്പൊ അവർ വന്ന് നോക്കണമല്ലോ. ഇതുവരെ ആരും വന്ന് നോക്കിയിട്ടൊന്നുമില്ല. ഇവന് ആകെ സങ്കടമാണ്, ഇവന് വന്നിട്ടേ ഇല്ല. ഇവൻ പറയുന്നത് ഇനി ഞാൻ എന്നാ ചെയ്യണ്ടേ, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. അതോ പറമ്പീന്ന് കയറാത്തൊരു മകനാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് അന്നക്കുട്ടി. അന്നക്കുട്ടി അന്നച്ചേട്ടൻ്റെ അമ്മ അല്ലേ? ആ, ഞങ്ങൾ ഇവര് 4 ആൺപിള്ളേരാണ്. ആണല്ലേ. പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിൽ പുള്ളിക്ക് ഭയങ്കര വിഷമമാണ്. പുള്ളിക്ക് വിഷമമെന്ന് പറഞ്ഞാൽ പുള്ളി പുറത്തേക്ക് വന്നിട്ടില്ല, ഈ വശത്തേക്ക് പുള്ളി വരുന്നില്ല. ഞാൻ വിളിക്കുമ്പോഴല്ല എന്നെ വഴക്കാ പറയുന്നത്. ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്നാ ചെയ്യേണ്ടത്, ഇനി വന്നിട്ട് ഇത്രയും പോയില്ലേ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടണം നമുക്ക് അറിയത്തില്ലേ. കഷ്ടപ്പെടുന്ന പറഞ്ഞാൽ രാവ് വാക്കാൽ ഉറക്കമില്ല, അതേപോലെ കഷ്ടപ്പെടുന്നു. എല്ലുമുറിയെ പണിയെടുക്കുന്ന ഇപ്പം കർണാടകത്തിൽ പണിയുണ്ട് പുള്ളിക്ക്. അതിന് പോകാതെ പുള്ളി മിനിഞ്ഞ 2 ദിവസം മുമ്പ് വന്നതാ. വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്, ഈ കാഴ്ച കാണുന്നത്. ഈ കാഴ്ച പുള്ളിക്ക് എങ്ങോട്ട് പോകാനും വരുന്നില്ല. അത് തന്നെ ഒരു ജനങ്ങൾ ഇടപെട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇത്രയും സംഭവം നടന്നിട്ട് നമ്മുടെ ഈ പറമ്പിലേക്ക് ഒരു മനുഷ്യനും വന്നിട്ടില്ല. ഞാൻ പലരെയും വിളിച്ചു, പലരും MLA വിളിച്ചു, അതുപോലെ തന്നെ കൊടകന്മാരെ എല്ലാവരെയും വിളിച്ചു. ഇവിടുത്തെ MLA എന്ന് പറഞ്ഞാൽ KC ജോസഫ്. ആ പുള്ളിനെ എല്ലാം ഞാൻ വിളിച്ചു. KC ജോസഫ് അല്ല, സജി ജോസഫ്. പുള്ളിയെ വിളിച്ചപ്പോൾ ഇന്നലെ മിനിയാന്ന് കിട്ടി വർത്താനമൊക്കെ ഞാൻ പറഞ്ഞു ഇന്നോടൊക്കെ സംഭവിച്ചിട്ടുണ്ട് സാറേ, ആരും ഇവിടെ വന്നിട്ട് അന്വേഷിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും 75-73 വയസ്സായി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നിട്ട് ആരും എന്ത് സംഭവിച്ചു, മരിച്ചോ ജീവിച്ചോ എന്നറിയാൻ വേണ്ടി ഉള്ള സത്യം പറയാം, അയൽക്കാർ പോലും ഒരെണ്ണം ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല. ഞാൻ എങ്ങോട്ടും കയറി പോകാനും പോയിട്ടില്ല. കാരണം നമ്മളെ വേണമെങ്കിൽ പിന്നെ നമ്മളാരെയും അന്വേഷിക്കുന്നത്. മെമ്പറെ വിളിച്ചു, മെമ്പർ പറഞ്ഞു, എന്നോട് പറഞ്ഞു വോട്ടർ എടുത്തയക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറമ്പ് കാണാൻ പോകുന്നത് ഞാനാണോ ആദ്യം കാണുന്നത്, നിങ്ങൾ ഒരു മനുഷ്യനും വന്നിട്ടില്ല. ഇത്രയും ദൂരെ എന്ന് പറഞ്ഞാൽ ഇത്രയും തെങ്ങും തൈ ഇതേപോലെ നശിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെയൊക്കെ കുറച്ച് വാഴയും അതും ഇതും അങ്ങനെയുള്ള പോലെ. ഇത് തെങ്ങും തൈ എന്ന് പറഞ്ഞ ഒരു പിള്ളേരെ വളർത്തുന്നതിലും കഷ്ടപ്പാടപ്പെട്ടല്ലേ നമ്മൾ വളർത്തിയെടുക്കുന്നത്. എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്നു മാത്രം. എനിക്ക് 2 ദിവസമായിട്ട് ഇവനോട് എനിക്ക് മിണ്ടാനും വയ്യ, വർത്താനം പറയാനും വയ്യ. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യത്വമായിട്ട് നടക്കുന്നു പറഞ്ഞാൽ എനിക്ക് നേരം വെളുത്ത് ഇന്നലെ ഇന്നുമായിട്ട് ഓരോ ഗ്ലാസ് ചായവെള്ളം മാത്രം. എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ നഷ്ടമുണ്ട്. ഇതിപ്പോൾ ആരോടാ പറയേണ്ടത്? പറഞ്ഞിട്ട് മെമ്പറെ വിളിച്ച് മെമ്പർ പറഞ്ഞു വോട്ടർ എടുത്തയക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മെമ്പറെ വന്നതിനെ പറ്റിയല്ല പോനെ, വരാനുള്ളതിനെ പറ്റിയാണ് നിങ്ങൾ ദുഃഖിക്കേണ്ടത്. ഞാനത് തന്നെയല്ല 1000 രൂപ ഞാനിവിടെ ഇതിന് സോളാറിന് പൈസ കൊടുത്തതാണ്. 1000 രൂപ സോളാർ ഉണ്ടാക്കാൻ ഞാൻ തന്നെ നേരത്തെ വലിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ വയറെല്ലാം കയറി കഴിഞ്ഞിട്ട് ആരും തെളിക്കാനാ. അപ്പൊ ഈ പൈസ പിരിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത മാത്രമേ ഉള്ളൂ ഈ 1000 രൂപ. മറ്റുള്ളവരൊക്കെ 10, 50, 10, 25 ഒക്കെ കൊടുത്തു. 1800 രൂപ കിട്ടിയെന്ന് പറഞ്ഞു ആകെ. അപ്പൊ കേട്ടവർ പറഞ്ഞു ആ ഇയാളിലെ കുടുംബച്ചേച്ചിയാണ് 1000 രൂപ തന്നിരിക്കുന്നത്, ബാക്കിയുള്ളവരുടെ പൈസ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇവർ പഴയ ബാലറ്ററി വെച്ചിട്ടാണ് വെച്ചാൽ എത്ര ദിവസം ഉണ്ടാവും? പുതിയ മേടിക്കാനാണ് നമ്മൾ പറഞ്ഞ പൈസ കൊടുത്തത്. അത് എനിക്ക് പൈസ ഇല്ലാണ്ട് ഞാൻ കുടുംബശ്രീ തന്ന കടമെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. എന്നിട്ട് പോലും ആ മനുഷ്യൻ ഇതിലെല്ലാം വന്നു പോയി മിനിഞ്ഞാന്ന്. ആ മനുഷ്യൻ പോലും ഈ വഴി വന്നിട്ടില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ വടക്കമത്തൻ ചേട്ടൻ മെമ്പറല്ല, അത് നമ്മളെ പാർട്ടിയായിട്ട് ഇങ്ങനെ പുള്ളി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ പുള്ളിയുടെ ഞാൻ ഈ പൈസ കൊടുത്തത്. ആ പുള്ളി പോലെ ഈ മോള് വരെ വന്നിട്ട് ഇവിടെ വരെ വന്നു പോയിട്ടില്ല. അതുപോലെ തന്നെ വേറെ എൻ്റെ അയൽവക്കത്തുള്ളൊരു പുള്ളിക്കാരത്തി പറഞ്ഞു, ഇവിടെ ചേച്ചി ഇവിടെ ആൾ വന്നിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ വിവരം പറയണം, അവർ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു. ഞാനിവിടെ വന്ന് നോക്കി നിന്നിട്ട് അവർ ഈ മിറ്റിലൂടെ വന്ന് അവരങ്ങ് പോയി. ഒന്നും ആ റോഡേ വന്നങ്ങ് പോയതല്ലാതെ നമ്മുടെ ഇവിടെ നോക്കിയിട്ട് പോലുമില്ല. നമ്മളിപ്പോൾ ആ ചേച്ചി സംസാരിച്ചതും കേട്ടു, അതുപോലെ തന്നെ ആ ചേട്ടൻ സംസാരിച്ചതും കേട്ടു. വളരെ ഭീകരാവസ്ഥ കേട്ടോ. ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ ഈ ഭാഗത്ത് തന്നെ പോയിട്ടുണ്ട്. നമ്മളിനി അതും കൂടെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ആ വഴിക്ക് അങ്ങ് കയറിയാൽ മതി അല്ലേ? ഒറ്റ വീടല്ലേ ഉള്ളൂ? നമ്മൾ നേരത്തെ കണ്ട ആൻ്റണി ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഒരു വീടുണ്ട്. ആ വീടിൻ്റെ അവിടെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നമുക്ക് താഴെ കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്തും ഇവിടുന്ന് നമ്മൾ മുകളിൽ നോക്കിയാൽ കാണാം ഇഷ്ടംപോലെ
വാഴകളും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു തെങ്ങും ഒരു കടപ്ലാവും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്നാണ്. നമ്മൾ ഏതായാലും ഇനിയപ്പോൾ എന്താണ് ഇവിടെയൊക്കെ ഉണ്ട്, കണ്ടമാനമുണ്ട് കേട്ടോ. ഈ ഒരു പ്രദേശത്ത് തന്നെ ഒരു 30-40 വാഴയെങ്കിലും കളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കതിന് താഴേക്ക് ഇറങ്ങലിച്ച് കളിയാണ്. നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടാൽ മനസ്സിലാവില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കുക. പാമ്പൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല നല്ല മഴയും കൂടെയാണ്. ഇനിയും ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാനായിട്ടുണ്ട്. അല്ല പോകുന്നില്ല, അതൊന്ന് സൂം ചെയ്തെടുക്കാം. പോക്ക് വേണ്ടാന്ന് വെച്ചിട്ടോ, ഭയങ്കര മഴയുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പോക്ക് നടക്കുകയല്ലേ, ഈ സൈഡിൽ നിന്ന് നോക്കിയാലും കാണാം കേട്ടോ. ഇതുണ്ടോ ആന ഇവിടം വരെ ഇതുണ്ടോ കംപ്ലീറ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് താഴോട്ടും ഉണ്ട് കേട്ടോ, താഴോട്ടും ഉണ്ട്. നമ്മൾ പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല. അതിന് താഴോട്ടാണ് നമ്മൾ ആദ്യം കണ്ട ആ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ വീടിൻ്റെ മുറ്റത്താട്ടോ, ഈ വീടിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് നേരെ മുകളിലേക്കുള്ള വഴിക്ക് വിട്ട് പിടിപ്പിച്ചാട്ടോ. ഇതേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണാം. ഇവിടെ ഇതിലൊക്കെ നശിപ്പിച്ചാണ് ആന പോയിരിക്കുന്നത് കേട്ടോ. ഈ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കാണാം കേട്ടോ. ഞങ്ങൾ മുകളിലേക്കാണ് പോകുന്നത്, മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. കോട കയറിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അവിടെ ചെന്ന് അതിൻ്റെ കാഴ്ചകൾ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇന്ന് ഇവിടെ നമ്മൾ കാണിച്ച കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ കേട്ടോ. ഇത് വേണ്ട രീതിയിലുള്ളൊരു മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇതൊരു ചെറിയ വാർത്തയായിട്ടൊക്കെയാണ് പല ന്യൂസ് പേപ്പറിൽ പോലും വന്നത്. വളരെ ഭീകരമായിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ കണ്ടല്ലോ. ഒത്തിരി കൃഷികളും സംഭവങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന കർഷകർക്ക് മാത്രമേ ഇതിൻ്റെ ദുഃഖം അല്ലെങ്കിൽ ഇതിൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. കാരണം അത്രത്തോളം ഉണ്ട് ഇവിടുത്തെ നാശനഷ്ടം. പക്ഷേ ആ കർഷകൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, അദ്ദേഹത്തിന് ഒന്നും എന്താ പറയുക മേലാത്തൊരു അവസ്ഥയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറമ്പിലോട്ട് പുള്ളി ഒന്ന് വന്ന് നോക്കാൻ പോലും ശ്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് ഇതൊന്ന് കാണാൻ കഴിയാത്തത് കൊണ്ട് നമുക്കറിയാലോ, അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയൊരു സംഭവമൊക്കെ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഏതായാലും ഇതാണ് ഇന്നിവിടെ ഞാൻ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച. വളരെ ഭീകരമാണ്. ആന ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്കറിയത്തില്ല മനുഷ്യരെങ്ങനെ ഇവിടെ തുടർന്ന് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ മനുഷ്യവാസമുള്ള സ്ഥലമാണ്, എല്ലായിടത്തും മനുഷ്യരുള്ള സ്ഥലമാണ്. കാടൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് അപ്പുറത്ത് പോയാണ്. പക്ഷേ എന്നാലും എത്ര വർഷങ്ങളായിട്ട് 10, 60, 70 വർഷങ്ങളൊക്കെ ആയിട്ട് ഈ നാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളൊരു ഭൂരിഭാഗം പേരും. ഒരിക്കലും ഇതൊരു കയ്യേറ്റമാണെന്നൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഇത് വളരെ ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. വന്യമൃഗങ്ങളുടെ എണ്ണം വളരെയധികം പെരുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടിൽ മൃഗങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. എല്ലാം നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഏതായാലും ഈ ഭീകര അവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് എല്ലാ വീഡിയോയിലും പറയുമെങ്കിലും നമുക്കറിയാം അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ സ്ഥിതിവിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും ഇത് കാണുമ്പോൾ നമുക്കിത് പറയാതിരിക്കാനും മേല. അത് വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ആരെങ്കിലുമൊക്കെ ഇത് കണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഒരു മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു ഉരുളുപൊട്ടൽ വന്നു പോയ ഒരു രീതിക്കാണ് ആ ഒരു പറമ്പ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലത്തെ അവസ്ഥയാണ്. അത് ഒരാളുടെ പറമ്പല്ല, പല ആൾക്കാരുടെ പറമ്പും ഇതുപോലെ തന്നെയാണ് കിടക്കുന്നത്. നമുക്കെല്ലാം ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മാക്സിമം നമ്മൾ ഈ ചാനലിൽ കൂടെ ഇന്ന് കാണിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.